ഈ ശബരിമല യുവതീ പ്രവേശന വിധി സർക്കാർ നടപ്പാക്കാനിരിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ആരും ശബരിമലയിലേക്ക് പോവില്ല. ആരാണ് പറയുന്നത്? അത് ആ വിധി നടപ്പാക്കാൻ നിയോഗിക്കപ്പെടുന്ന ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തിരുന്നാണ് അദ്ദേഹം പറയുന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് ആരും പോവില്ല. ഇനി അടുത്തത് CPM സംസ്ഥാന സമ്മേളനം ഒരു പ്രതിനിധിയെ തെരഞ്ഞെടുത്ത് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കുമ്പോൾ തെരഞ്ഞെടുത്ത തീരുമാനത്തോട് വിയോജിച്ച് സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കാതെ ഇറങ്ങിപ്പോകുന്നു. അത് കഴിഞ്ഞ് അവഹേളനം, അപമാനം എന്നൊക്കെ പോസ്റ്റ് ഇടുന്നു. അങ്ങനെ ഒരു നേതാവിനെ വീട്ടിൽ പോയി കണ്ട് സമാധാനിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്തത്. പത്മകുമാറിന് അങ്ങനെ പലർക്കും കിട്ടാത്ത പല ആനുകൂല്യങ്ങളും കിട്ടിയിട്ടുണ്ട് സംസ്ഥാനത്തെ CPM രാഷ്ട്രീയം പരിശോധിച്ചാൽ. ആ നേതാവ് പറയാൻ പോവുകയാണ് ആത്മകഥയിലൂടെ താൻ ചതിക്കപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. പത്മകുമാറിനെ ഇപ്പോ പാർട്ടി നടപടിയെടുത്ത് പുറത്താക്കാൻ പോകുന്നതിന് മുൻപുള്ള ഒരു സമ്മർദ്ദ തന്ത്രമായിട്ടാണോ അങ്ങ് ഇതിനെ കാണുന്നത്? അല്ല, പത്മകുമാറിനെ പുറത്താക്കാൻ പോകുന്നു എന്നൊക്കെ ശ്രീജയുടെ വ്യാഖ്യാനങ്ങൾ മാത്രമായിട്ട് ഇന്ന് പരിഗണിക്കാൻ കഴിയും. CPM-ന് ഒരാൾക്കെതിരെ നടപടിയെടുക്കുന്നത് പുറത്താക്കൽ മാത്രമല്ലല്ലോ, അവരുടെ ഭരണഘടനയിൽ അച്ചടക്ക നടപടിയിൽ ഉൾപ്പെടുന്നത് പുറത്താക്കൽ എന്നുള്ള അത്തരം പ്രയോഗമാണ്. അത് അവസാനത്തെ കടച്ചിക്കൈയാണ്. അത് പിൻവലിക്കുന്നു, നടപടി എടുക്കുന്നതിന് മുമ്പ് അങ്ങനെ മതി. ഓക്കെ, അത് ന്യായം, ശരിയുമാണ്. ആ അച്ചടക്ക നടപടി വരുന്നുണ്ട്. ആ അച്ചടക്ക നടപടി എന്തായിരിക്കും എന്നുള്ളത് പുറത്താക്കാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ ഇന്നിപ്പോ വിചാരിക്കുന്നില്ല. കാരണം അത് ഞാൻ ഈ പറഞ്ഞതുപോലെ അവസാനത്തെ നടപടിയാണ് പുറത്താക്കൽ. ആ പുറത്താക്കൽ നടപടിയുടെ പ്രശ്നമല്ല ഇവിടെ പ്രധാനമായിട്ട് പാർട്ടിയുടെ മുമ്പിൽ, സ്റ്റേറ്റ് കമ്മിറ്റിയുടെ മുമ്പിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലും വന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ, വിമർശനങ്ങളിൽ, ആ ഘടകങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകളിൽ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ഒരു വിമർശനമായിട്ട് ഞാൻ മനസ്സിലാക്കിയത്, ഇത്തരം ഒരു പ്രശ്നം ഉണ്ടാകുന്നു, പത്മകുമാർ അറസ്റ്റിലാവുന്നു, ആ ഒരു ഘട്ടത്തിൽ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നെങ്കിൽ വലിയ തോതിൽ പരിക്കൊഴിവാകുമായിരുന്നു. അന്ന് അത് ചെയ്തില്ല, അതാണ് തെറ്റ് എന്നായിരുന്നു വാദിച്ചത് സംസ്ഥാന കമ്മിറ്റിയിൽ. ദ്വിതീയ സംസ്ഥാന കമ്മിറ്റിയിൽ അതായിരുന്നു പ്രധാനപ്പെട്ട ഒരു വാദം. അപ്പോൾ പാർട്ടി നേതൃത്വം ഗോവിന്ദമാഷ് വിശദമായിട്ട് തന്നെ മറുപടി പറഞ്ഞത്, പാർട്ടി അന്നൊരു സ്റ്റാൻഡ് എടുത്തു. ആ സ്റ്റാൻഡ് ഇപ്പോഴും നമ്മൾ മാറ്റിയിട്ടില്ല. മറ്റൊന്നും അല്ലാതെ ചാർജ് ഷീറ്റ് ഫ്രെയിം ചെയ്യട്ടെ. ചാർജ് ഷീറ്റ് ഫ്രെയിം ചെയ്യുമ്പോൾ എന്താണ് ചാർജ്, കുറ്റപത്രത്തിൽ കുറ്റം എന്താണെന്ന് തെളിയട്ടെ, എന്നിട്ട് നടപടിയെ കുറിച്ച് ആലോചിക്കാം. അല്ലാതെ ചാർജ് ഷീറ്റ് ഫ്രെയിം ചെയ്യുന്നതിന് മുമ്പ് ഒരാളെ പിടിച്ച് ജയിലിലിട്ടു എന്നുള്ളത് കൊണ്ട് മാത്രം അയാൾക്കെതിരെ നടപടിയെടുക്കണം എന്ന് വാദിക്കുന്നത് ശരിയായ ഒരു പ്രവണതയല്ല എന്ന നിലപാടാണ് പാർട്ടി ആസ് എ ഹോൾ തീരുമാനിച്ചത്. അതുമായിട്ട് തന്നെയാണ് മുമ്പോട്ട് പോയതും. പക്ഷെ പിന്നീട് തോറ്റു കഴിഞ്ഞപ്പോൾ, തോറ്റു എന്നല്ല, ഞാൻ എല്ലാ ചർച്ചകളിലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലെല്ലാം പറയുക, ജനം ശിക്ഷിച്ചു എന്നാണ് പറയുക. ആ ശിക്ഷ കഴിഞ്ഞപ്പോഴേക്ക് തിരുത്താൻ പുനരാലോചന നടത്തിയല്ലോ, വിമർശനവും സ്വയം വിമർശനവും നടത്തിയല്ലോ. അതിന്റെ ഭാഗമായിട്ട് പല കമ്മിറ്റികൾ തന്നെയും പിരിച്ചുവിടുന്ന സ്ഥിതി ഉണ്ടായി. ഇന്നിപ്പോ തിരുവനന്തപുരത്തെ 2 ലോക്കൽ കമ്മിറ്റികൾ, ഇവിടെ നമ്മുടെ വെഞ്ഞാറമൂട് 2 ലോക്കൽ കമ്മിറ്റികളാണ് പിരിച്ചുവിട്ടത്. മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നിട്ട് ഏരിയ സെക്രട്ടറി നേതൃത്വം അഡ്വർ കമ്മിറ്റി ഉണ്ടാക്കുകയും ചെയ്തു. സംസ്ഥാനത്ത് അത്തരത്തിലുള്ള നടപടികൾ പലയിടത്തും വരുന്നുണ്ട്. ചിലതൊക്കെ ആ കൂട്ടത്തിൽ പത്തനംതിട്ട ജില്ലയിലും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്, പിരിച്ചുവിടാൻ പോകുന്ന കമ്മിറ്റികൾ ചിലതൊക്കെ. അപ്പൊ ഇതെല്ലാം പിരിച്ചുവിട്ടിട്ട് ആൾക്കാരെ എല്ലാം പറഞ്ഞു വിട്ട് ബാക്കിയുള്ളവരെല്ലാം, ഇവരെല്ലാം കുഴപ്പക്കാര്, ബാക്കിയുള്ളവരെല്ലാവരും മാന്യന്മാരും ശുദ്ധാത്മാക്കളും എന്നുള്ളൊരു പരിഗണനയിലേക്കല്ല വരുന്നത്. പക്ഷേ ചില നടപടികൾ അനിവാര്യമാണ്. അത് അടിയന്തരമായി ചെയ്യണം എന്നുള്ളതല്ല, അവര് വളരെ എന്താ പറയുന്നത്, കൃത്യമായ വിലയിരുത്തൽ നടത്തിക്കൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. CPM ഇതുവരെ ഈ തോൽവി കഴിഞ്ഞിട്ടുള്ള ശേഷമുള്ള തെറ്റുതിരുത്തലിന്റെ ഭാഗമായിട്ടുള്ള സ്വയംവിമർശനത്തിന്റെ ഭാഗമായിട്ടുള്ള നടപടികളിൽ അങ്ങനെയാണ് വരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് പത്മകുമാറിനെതിരെയും അച്ചടക്ക നടപടി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ശ്രീ ജയചന്ദ്രൻ, മറ്റാർക്കും കിട്ടാത്ത ചില ആനുകൂല്യങ്ങൾ അക്കാര്യത്തിൽ പത്മകുമാറിന് ഇത്രയും കാലം കിട്ടിയിട്ടില്ലേ? ഇപ്പോൾ 103 ദിവസം ജയിലിൽ കിടന്ന് പുറത്തിറങ്ങിയ ശേഷം ഇപ്പോഴും കുറ്റപത്രം, അന്ന് പറഞ്ഞത് കുറ്റപത്രം കിട്ടാതെ എങ്ങനെയാണ് നടപടിയെടുക്കുക? ആലപ്പുഴയിലെ ഓമനക്കുട്ടന്റെ കേസൊക്കെ പറഞ്ഞിട്ടാണ് പറഞ്ഞത്. അന്ന് ആ നടപടി പിൻവലിക്കേണ്ടി വന്നില്ലേ? അതുപോലെ പറ്റില്ല എന്നായിരുന്നു. ഇപ്പോഴും കുറ്റപത്രം വന്നിട്ടില്ല, പിന്നെന്താണ് ഇപ്പോൾ നടപടിയെടുക്കുന്നത്? ഇനി പാർട്ടിക്ക് അകത്ത് തന്നെ അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാടുകൾ, പാർട്ടിയെ ഇത്രത്തോളം പ്രതിരോധത്തിലാക്കുന്ന, പ്രതിസന്ധിയിലാക്കുന്ന നിലപാടുകൾ എടുത്തപ്പോഴൊന്നും പത്മകുമാറിനെ തൊടാൻ പാർട്ടിക്ക് ധൈര്യം വന്നിട്ടില്ല. അല്ലെങ്കിൽ അങ്ങനെ പറയണ്ട, പത്മകുമാറിനെ തൊടാൻ പാർട്ടിക്ക് ധൈര്യമില്ല എന്നൊരു ആത്മവിശ്വാസം പത്മകുമാർ പ്രകടിപ്പിച്ചിരുന്നു. അങ്ങനൊന്നും അല്ല.
നിങ്ങൾക്ക് ഈ പത്മകുമാറിനെ വാസ്തവത്തിൽ ശ്രീജ അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. രാജഗോപാലിനെ കുറെയൊക്കെ അറിയാം എന്നാണ് എൻ്റെ ധാരണ, ബോധ്യം. അതുപോലെ തന്നെ രാഘവൻ ഈശ്വരനും ഒട്ടൊക്കെ അറിയാം അദ്ദേഹത്തെ. എന്ന് മാത്രമല്ല, ശ്രീജ പറഞ്ഞത് തെറ്റാണ്. ഈ ഇൻഡോ പാക് യുദ്ധത്തിന്റെ കാലത്ത് ചൈന ചാരന്മാർ എന്ന് ആക്ഷേപിക്കപ്പെട്ടും ജയിലിൽ കിടക്കുകയും ചെയ്ത് EMS ഉൾപ്പെടെ വി സച്ചിദാനന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് ചൈന ചാരന്മാർ. അതിന്റെ ആ ഇമ്പാക്ട് എത്രത്തോളം അന്നുണ്ടായിരുന്നു ഇന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. ഒരു പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ ആലോചിച്ചാൽ അത്ര തീവ്രതയോടെ മനസ്സിലാകണമെന്നില്ല. ഇന്നിപ്പോ ഒരാളെ ചൈന ചാരൻ എന്ന് വിളിച്ചാൽ അതിന്റെ തീവ്രത എത്രത്തോളം ഉണ്ട് ഇന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇന്ത്യ ചൈന റിലേഷൻസ് ഒക്കെ വെച്ച് പെട്ടെന്ന് നമുക്ക് അളക്കാൻ പറ്റും. അപ്പൊ അന്ന് ആ കാലത്തും പാർട്ടി ഇവരെ ആരും ഉപേക്ഷിച്ചിട്ടല്ല പാർട്ടി പ്രവർത്തനം നടത്തിയത്. പിന്നെ ജയിലുകളിൽ പാർട്ടി സെല്ലുകൾ ഉണ്ടാക്കിയിരുന്നു ആ കാലത്ത്. അതുപോലെ പത്മകുമാർ അങ്ങനെ ആരെങ്കിലും ഒറ്റപ്പെടുത്തുകയോ പത്മകുമാർ പാർട്ടിയെ സ്വന്തം വരുതിയിലാക്കി കൊണ്ടുപോവുകയോ ഒന്നും ചെയ്യുന്ന ഒരാളൊന്നും ആയിരുന്നില്ല. എനിക്കിപ്പോഴും അദ്ദേഹത്തെ ആ നിലയിൽ കാണാൻ കഴിയില്ല. അദ്ദേഹം നല്ലൊരു പിന്നെ ആരാണ് മുമ്പ് പറഞ്ഞത്, രാഘവൻ ഈശ്വറാണ് പറഞ്ഞത്, നല്ലൊരു ഭക്തനാണ്. അദ്ദേഹത്തിന്റെ കുടുംബം തന്നെ പിന്നെ താങ്കൾ പറഞ്ഞതിൽ താങ്കളാണോ രാഘവൻ ഈശ്വറാണോ പറഞ്ഞതിൽ ഒരു ചെറിയ പെശകുണ്ട്. ഈ പിന്നെ സുപ്രീം കോടതി വിധി വന്ന് ആവശ്യപ്പെടുന്നത് ദേവസ്വം ബോർഡിനോടല്ല കേട്ടോ, ആവശ്യപ്പെടുന്നത് സംസ്ഥാന സർക്കാരിനോടാണ് വിധി നടപ്പാക്കാൻ. അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെടാൻ സുപ്രീം കോടതി തയ്യാറായിട്ടില്ല. അതിന്റെ ആവശ്യമില്ല, നിയമപ്രകാരം അങ്ങനെ അല്ലല്ലോ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ആവശ്യപ്പെട്ടത് സ്റ്റേറ്റ് ഗവൺമെന്റിനോടാണ്. എന്നിട്ട് അത് മാത്രമല്ല, ഒക്ടോബർ 5-ന് കേരളം, തമിഴ്നാട്, കർണാടക മുഖ്യമന്ത്രിമാർക്ക് ഹോം സെക്രട്ടറിയുടെ കത്ത് വായിക്കുന്നുണ്ട്. വീണ്ടും ഗവൺമെന്റിനാണ്, ദേവസ്വം ബോർഡിനല്ല. അപ്പൊ ദേവസ്വം ബോർഡ് നടപ്പിലാക്കാൻ ബാധ്യപ്പെട്ടതല്ല. എന്തുകൊണ്ടാണ്? ഈ കവനന്റിൽ തന്നെ പറയുന്നുണ്ട്, 1949 കവനന്റിൽ പറയുന്നുണ്ട്, ഈ പിന്നെ ശബരിമല ക്ഷേത്രത്തിന്റെ ഓവറോൾ സൂപ്പർവിഷൻ പ്ലസ് മെയിൻ്റനൻസ് ഓഫ് ലോ ആൻഡ് ഓർഡർ, അത് രണ്ടുമാണ് സർക്കാരിന്റെ ഉത്തരവാദിത്വം. അത് കവനന്റ് ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വമാണ്. അപ്പൊ അത് നോക്കി നടത്താനുള്ള സർക്കാരിന്റെ ബാധ്യതയായി പോകുന്നത് കൊണ്ടാണ് ഈ കാര്യത്തിൽ പോലീസ് നടപടികളുടെ ഉത്തരവാദിത്വം സർക്കാരിനായി മാറുന്നത്. ഇവിടെയും അങ്ങനെയാണ് സംഭവിച്ചത്. അവിടെ ഞാൻ അന്ന് ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ട്, സർക്കാരിന് തെറ്റി എന്ന് ഞാൻ ഇന്നും കാണുന്നൊരു കാര്യം. സർക്കാർ ശബരിമല സ്ത്രീ പ്രവേശനത്തിന്റെ കോടതി വിധി വന്നപ്പോൾ അതിനെ സ്വീകരിച്ചത് ഇത് ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആയിട്ടാണ്. ഭക്തന്മാര് ഇപ്പൊ രാഹുലിന്റെ നേതൃത്വത്തിൽ പറഞ്ഞല്ലോ, അത് കഴിഞ്ഞ് NSS വന്നു, പിന്നെ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മണത്ത് വന്ന സംഘപരിവാറുകാര്, അതുപോലെ മറ്റു രാഷ്ട്രീയക്കാരൊക്കെ വന്നു. അപ്പൊ ഇത് ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആയിട്ട് ഗവൺമെന്റ് നോക്കി. പക്ഷെ ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ആത്മീയ വികാരമാണ് എന്നുള്ള ഭാഗത്തേക്ക് അന്ന് ഗവൺമെന്റ് വന്നില്ല. അതാണ് അവർക്ക് സംഭവിച്ച തകരാറ്, തെറ്റ് എന്ന് അന്ന് ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്നും അതേ നിലപാടുകാരനാണ്. പിന്നീട് കോടിയേരിയും പിണറായിയും ഒക്കെ തന്നെ തിരുത്തുന്നുണ്ട്. അങ്ങനെയാണ് വീടുകളിൽ പോയി സംസാരിച്ചതൊക്കെ മാറ്റുന്നത്. അപ്പോഴൊക്കെ പിണറായിയുടെയും MV ഗോവിന്ദന്റെയും കോടിയേരിയുടെയും ഒക്കെ പരിപൂർണമായി ഒപ്പം നടന്നയാളാണ് പത്മകുമാർ. അദ്ദേഹം പാർട്ടിക്ക് വ്യത്യസ്തനായ വിരുദ്ധനായ അല്ല നടന്നത്. പിന്നെ ഇപ്പൊ നിങ്ങൾ ചോദിച്ചത് അദ്ദേഹം ആത്മകഥയിൽ എന്തെങ്കിലും പറയാൻ ഇടയുണ്ടോ? പിന്നെ എന്ത് പറയാനാണ്? കടകംപള്ളി സുരേന്ദ്രൻ അദ്ദേഹത്തെ പിന്നെ വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിച്ചു എന്നാണ് അദ്ദേഹം എഴുതാൻ പോകുന്നത്. പറയട്ടെ, അതൊക്കെ പാർട്ടിയുടെ മുമ്പിൽ ഒരുപാട് രേഖകളുണ്ട് ശ്രീജ. അതൊന്നും മായ്ച്ചു കളയാൻ കഴിയില്ല. അതൊക്കെ ഞാൻ സമ്മതിച്ചു. അങ്ങ് ഇന്നത്തെ ഒരു ദിവസത്തെ അപ്ഡേഷൻസ് ഉൾക്കൊണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പത്മകുമാറിന് മറുപടി പറയേണ്ട കാര്യം പാർട്ടിക്കില്ല, ജില്ലാ കമ്മിറ്റി നടപടി എടുക്കുമെന്ന് MV ഗോവിന്ദൻ പറയുന്നു. പത്മകുമാറിനെ വിളിപ്പിക്കേണ്ട കാര്യമില്ല, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, എടുക്കേണ്ട തീരുമാനങ്ങൾ എടുക്കും. അതായത് പാർട്ടി പത്മകുമാറിനെ കൈയൊഴിഞ്ഞ് കഴിഞ്ഞു. അതാണ് ഇന്നത്തെ ഈ രണ്ട് പ്രതികരണങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. അതങ്ങനെ തന്നെയാണോ? അങ്ങേക്ക് മറുപടി പറയാം.